ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സാധാരണ ഇല മൈലാഞ്ചി നന്നായിട്ട് തന്നെ ചുവപ്പ് കളറായി കിട്ടാൻ, ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്കും നല്ല കട്ട ചുവപ്പായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഇതേ രീതിക്ക് ചുവന്ന കളറായി കിട്ടും. അപ്പം മോളുടെ കൈകളും നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളുടെ കൈകളൊക്കെ ചുവന്ന് കിട്ടാൻ കുറച്ച് അധികം സമയം എടുക്കും. പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തതാൽ നന്നായിട്ട് തന്നെ ചുവപ്പ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ പെട്ടെന്നൊന്നും നമ്മുടെ കൈകളിൽ നിന്നത് മാഞ്ഞു പോയില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 6 പ്രാവശ്യമെങ്കിലും ഇടണം കേട്ടോ, ഈ ഒരു രീതിയിൽ എൻ്റെ കൈകൾ നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മളാ ഒരു വീഡിയോ എടുത്ത ശേഷം ഇപ്പോൾ ഇന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു കൈകൾ കാണിക്കുന്നത്. അപ്പം അതാ ഒട്ടും മാഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മുടെ സാബുവിന് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അലക്ക് കല്ലിലിട്ടിട്ട്. എന്നിട്ട് എൻ്റെ കൈകൾ ആ ഒരു ചുവപ്പൊന്നും മാഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മൈലാഞ്ചി ആട്ടത് അത്യാവശ്യം വാടിയിട്ടുണ്ട്, എന്നിട്ട് പോലും നന്നായിട്ട് തന്നെ ചുവന്ന കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് പുളി. പുളിയിൽ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഞെരടിയിട്ട് അതിലുള്ള ആ ഒരു വെള്ളം എടുക്കണം കേട്ടോ. ആ പുളിയുടെ ആ നീരെടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മൈലാഞ്ചി അരച്ചെടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മൈലാഞ്ചി നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടുന്നത്. അപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മൈലാഞ്ചി അരച്ചെടുക്കുന്നത് അമ്മിക്കല്ലിലൊന്നല്ല കേട്ടോ, മിക്സിയുടെ ജാറിലാണ് ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു മൈലാഞ്ചിയുടെ ഇലക്ക് നന്നായിട്ട് തന്നെ വാടിയിട്ടൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും നമ്മുടെ ഒരു മൈലാഞ്ചി നന്നായിട്ട് തന്നെ ചുവന്ന കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ ഞെരടി വെച്ചിട്ടുള്ള ഒരു പുളിയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പുളിയുടെ ചാറ് കുറച്ച് തിക്കോട് കൂടെ തന്നെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് വരണം. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ സൈസിലുള്ള അത്രക്ക് പുളിയാട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ഇലകളൊക്കെ ജസ്റ്റ് ഒന്ന് നുറുങ്ങിയ ശേഷം സൈഡിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു പുളിയുടെ ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ രീതിക്ക് തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ മുകൾ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് ഇങ്ങോട്ട് തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ മിക്സിക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ അളവ് അറിയുന്നത്. അപ്പം ഞാൻ 2-3 തവണകളായിട്ട് ഇങ്ങനെ ഓഫാക്കി അരച്ചപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു കമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതേ രീതിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു പുളി വെച്ചിട്ട് ഞാനിതാ നമുക്ക് ഇടാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം അധികം ചുവന്ന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അത് വൃത്തിയാവുമെന്ന്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയ ശേഷം ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ആ ഒരു മൈലാഞ്ചിയുടെ ചുവന്ന് നമ്മുടെ ഒരു ഇതിനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ആ ഒരു മൈലാഞ്ചി രാത്രി കിടക്കുമ്പോൾ ഇട്ടതാണ്. മോൾ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചില ഭാഗങ്ങളിൽ കട്ടിയിലും ചില ഭാഗത്ത് കട്ടി കുറഞ്ഞിട്ടൊക്കെയാണ് അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ രീതിയിൽ ചുവന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ കൈകൾ നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ മൈലാഞ്ചിയുടെ പോലെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് വീഡിയോ എടുത്ത ശേഷം ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ. അപ്പോഴുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കൈകളിൽ എന്നത് കൂടി ഞാൻ ഇതിൽ കാണിക്കട്ടോ. അപ്പോൾ മോള് കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. കൈകളും ഇതേ രീതിക്ക് ഒന്ന് ചുവന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളുടെ കൈകളൊക്കെ നമ്മൾ ഈ കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്യൂബ് മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ടുണ്ടാകുന്ന പുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അരച്ച ശേഷം നമ്മൾ
മൈലാഞ്ചി മക്കൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ തന്നെ ചുവന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അത് പെട്ടെന്ന് മാഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ആ മൈലാഞ്ചി ഇട്ട കൈകളൊന്ന് കഴുകുന്നത് കൂടി കാണിക്കാം. അപ്പം ഇത് നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വെള്ളം തട്ടുമ്പോഴും കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇതിന്റെ ചുവപ്പ് എത്ര ഉണ്ടെന്ന്. അപ്പൊ നല്ല കട്ട ചുവപ്പ് തന്നെ ആയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സക്സസ് ടിപ്പ് തന്നെയാണ് ഇട്ടത്. അപ്പൊ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. ചിലരൊക്കെ നമ്മുടെ കോടാലിത്തേൽ, അതായത് ആക്സ് ഓയില്, യുക്കാലിപ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ചിലരൊക്കെ മൈലാഞ്ചി ഇതേ രീതിയിൽ ചുവപ്പിക്കാറുണ്ട്. പക്ഷെ അത് ചില സ്കിന്നിന് അലർജി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ സ്കിന്നിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ അതേ രീതിയിലൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. പക്ഷെ ഈ ഒരു പുളിയുടെ ഈ ഒരു ചാറ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൈലാഞ്ചി അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമ്മുടെ കൈകൾ ചുവന്ന് കിട്ടും. കെമിക്കലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഇതേ രീതിയിൽ ഇടാനും കഴിയും കേട്ടോ. അപ്പൊ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കൈകൾ ഇത്രമാത്രം ചുവന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒളുവിന്റെ വെള്ളം ചേരില്ല എന്നുള്ള ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മള് ട്യൂബ് മൈലാഞ്ചി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാബൂനൊക്കെ വെച്ചിട്ട് അലക്കുകല്ലിലൊക്കെ ഒന്ന് അലക്കിയെടുക്കുക. ഡ്രസ്സുകൾ അലക്കുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും. പക്ഷെ ഇത് മാഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ ഇത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ. പിന്നെ അതേപോലെ തന്നെ അതിന് ശേഷമുള്ള വീഡിയോ. അപ്പൊ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള എൻ്റെ കൈകളുടെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ ഇപ്പോഴും അധികം മാഞ്ഞു പോയിട്ടില്ല. ഇലമൈലാഞ്ചി എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ നിന്ന് മാഞ്ഞു പോകുന്നത്, ആ ഒരു സാവധാനത്തിൽ നമ്മുടെ കൈകളിൽ നിന്ന് മാഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പോഴും അതേ ഒരു ചുവപ്പ് തന്നെ ഏകദേശമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വേറെ നമ്മുടെ ഗ്രാമ്പൂ പട്ടൊക്കെ ഇട്ടിട്ടൊക്കെ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറൊരു കളറാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറൊക്കെയാണ് ആയി കിട്ടുന്നത്. ഇതേ രീതിയിൽ നല്ലൊരു ചുവപ്പ് കളർ ആയി കിട്ടാറില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.